ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ക്ലാസ്മേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഈ രീതിയിലൊരു നോട്ട് ഒരു പേജ് വെച്ചിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷന് പോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG ശങ്കരപ്പിള്ള. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് ബംഗാൾ, അയോധ്യ, രമണൻ, ഊർമിള, ആനന്ദൻ എന്നിവ. ബംഗാൾ, അയോധ്യ, രമണൻ, ഊർമിള, ആനന്ദൻ എന്നിവ. ഒരു കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കണക്ട് ചെയ്ത് പഠിക്കാം. ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്ന കവിതയാണ് ബംഗാൾ. KG ശങ്കരപ്പിള്ളയുടെ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ KG ശങ്കരപ്പിള്ളയുടെ ബംഗാൾ എന്ന കവിത ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ്. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2025 KG ശങ്കരപ്പിള്ളയ്ക്കും 2024 NS മാധവനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വയലാർ പുരസ്കാരം നോക്കാം. വയലാർ പുരസ്കാരം 2025 49ാമത്തെ വയലാർ പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചത്. അത് ലഭിച്ചിരിക്കുന്നത് സന്തോഷ് കുമാറിനാണ്. സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 2025 49ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി 2024 വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലാണ്. കൃതി കാട്ടൂർ കടവ്. ഈ 2025 2024 ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 2025 സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കും 2024 അശോകൻ ചെരുവിലിന് കാട്ടൂർ കടവ് എന്ന കൃതിക്കുമാണ് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോട്ട്സ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത പാർട്ടുമായിട്ട് നാളെ വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ പോവട്ടെ. ഞാൻ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.